KPCCയുടെ പുനഃസംഘടനയ്ക്കെതിരെ പരസ്യമായി വിമർശനം ഉന്നയിക്കുന്ന ആര് തന്നെയായിരുന്നാലും, അവർ എത്ര വലിയ സ്ഥാനത്തിരിക്കുന്നവരായിരുന്നാലും, അവർ ഈ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന അന്തിമ താക്കീതുമായി KC വേണുഗോപാൽ ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ ഏറെ നാളുകളായി ജാതിയുടെ പേരും പറഞ്ഞ് വലിയ രീതിയിൽ ജാതി കാർഡ് കളിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ദളിതർക്ക് കോൺഗ്രസിൽ യാതൊരു രീതിയിലുള്ള അവകാശങ്ങളും ലഭിക്കുന്നില്ല എന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് കൊടിക്കുന്നിൽ സുരേഷിന് ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ അംഗമായി കോൺഗ്രസ് ടിക്കറ്റിൽ ജയിക്കാൻ കഴിഞ്ഞത് അല്ലേ എന്നാണ് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ആധിപത്യമൊന്നും മാവേലിക്കരയിൽ ഇത്തവണയും കൊടിക്കുന്നിൽ നടത്താൻ കഴിഞ്ഞില്ല. 10,000 വോട്ടിൽ കഷ്ടിച്ച് ജയിച്ചു. കൃത്യമായി പറഞ്ഞാൽ വലിയ രീതിയിൽ കോൺഗ്രസ് പണിയെടുത്തിട്ടാണ് അവിടെ 10,000 വോട്ടിനെങ്കിലും കൊടിക്കുന്നിൽ ജയിക്കാൻ കാരണമായത്. ആനുകൂല്യങ്ങൾ ഒട്ടേറെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നേടിയെടുത്ത വ്യക്തിയാണ്. 25 വയസ്സായപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. എന്നാൽ ഇനി ഒരു KPCC അധ്യക്ഷൻ കൂടി ആയിക്കളയാം എന്നുള്ളതായിരുന്നു കൊടിക്കുന്നിലിൻ്റെ മനസ്സിലിരിപ്പ്. എന്നാൽ അങ്ങനെ ആയാൽ തന്നെ കൃത്യമായി കേരളത്തിലെ നേതാക്കളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന വലിയ ചിന്തയുണ്ട്. ആൻ്റണി നേരത്തെ വലിയ രീതിയിൽ ആധിപത്യത്തോടുകൂടി കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം തനിക്ക് തന്നാൽ അത് വിനയപൂർവ്വം ഏറ്റെടുക്കും എന്നൊക്കെ വെച്ച് കാച്ചുന്നുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന രീതിയിൽ താൻ മതേതരവാദിയാണ്, താൻ ഒരു ജാതിയുടെയും ആളല്ല എന്നൊക്കെ പറയുന്നുണ്ട്. വാസ്തവത്തിൽ ആൻ്റണിക്ക് ജനപ്രിയത ഇല്ല. എന്നാൽ സണ്ണി ജോസഫിൻ്റെ കാര്യത്തിൽ സുധാകരൻ്റെ നോമിനിയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞ് കളിയാക്കുകയാണെങ്കിൽ തന്നെ അതിൽ ഒരു തെറ്റുമില്ല. കാരണം സുധാകരൻ അങ്ങനെ പറയാൻ അവകാശമുണ്ട് എന്നുള്ളത് തന്നെയാണ്. സണ്ണി ജോസഫിനെ കണ്ണൂരിലെ DCC അധ്യക്ഷനാക്കിയത് സുധാകരനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞത് തന്നെ ഒരു നേതാവാക്കി വളർത്തിയെടുക്കുന്നതിൽ തനിക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു മൗൾഡിങ് ഉണ്ടാക്കി തരുന്നതിൽ സുധാകരൻ വഹിച്ച പങ്ക് ചെറുതല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ തനിക്ക് ആനുകൂല്യം നേടിത്തന്നു എന്ന് പറഞ്ഞാൽ താനത് തള്ളിക്കളയില്ല എന്ന് കൃത്യമായി സണ്ണി ജോസഫ് പറയുന്നു. എന്നാൽ പത്മജ വേണുഗോപാൽ അവർ കോൺഗ്രസിൽ നിന്നപ്പോഴൊക്കെ, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ അവർക്ക് മത്സരിക്കാൻ കൊടുത്തപ്പോഴൊക്കെ അവർ നാണം കെട്ട് പരാജയപ്പെടുകയാണ് ചെയ്തത്. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ 2 തവണ അവരെ മത്സരിപ്പിച്ചിട്ടും അവർ ഗതി പിടിച്ചില്ല. മുകുന്ദപുരം എന്ന ലോക്സഭാ മണ്ഡലത്തിൽ ലോനപ്പൻ തമ്പാടൻ കൃത്യമായും 1.25 ലക്ഷം വോട്ടിന് ജയിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത് ഈ EVM എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വരെ ചോദിക്കേണ്ടി വന്നു ലോനപ്പൻ തമ്പാടന്. കാരണം അവരുടെ പിതാവായ ഡീഡർ ശ്രീ K കരുണാകരൻ വിജയിച്ച മുകുന്ദപുരം മണ്ഡലത്തിലാണ് മകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവർ 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. അതുമാത്രമല്ല, കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യത്തിലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സാഹചര്യമാണ്. അവരാണ് സണ്ണി ജോസഫ് പ്രാദേശിക നേതാവാണ്, തൻ്റെ സഹോദരൻ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയണം എന്ന് പറയുന്നതിൽ സണ്ണി ജോസഫിൻ്റെ ഫോട്ടോ കണ്ടാൽ ആരും അറിയത്തൊന്നുമില്ല, കണ്ണൂരിൽ കുറച്ച് പേർക്ക് അറിയാം എന്നൊക്കെ പറയുന്നു. ഏതായാലും പത്മജയെ കേരളത്തിൽ എല്ലാവർക്കും അറിയാമെങ്കിലും എവിടെ നിന്നാലും ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ പാർട്ടിക്കകത്തും പുറത്തും കുറേയധികം വലിയ തോതിൽ വിഴുപ്പറിയുന്നവരുണ്ട്. പാർട്ടിക്കകത്തെ വിഴുപ്പറിയുന്നവരാണ് അതിശല്യം. ആൻ്റണിയെ പോലുള്ളവർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാണെന്നോ അല്ലെങ്കിൽ ഔദ്യോഗിക പദവിയിൽ ആരെത്തിയോന്നോ മനസ്സിലാക്കിയാൽ പിന്നെ വിവേകപൂർവ്വം പെരുമാറും. കൊടിക്കുന്നിന് ആ വിവേകം പോലും ഇല്ല എന്നുള്ളതാണ് സത്യം.